ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാതാപിതാക്കൾക്ക് ആരാധനയുള്ള ഒരാളോട് മകൾക്ക് പ്രേമം തോന്നുന്നത് സ്വാഭാവികം. എന്റെ അമ്മ തന്ന സ്നേഹം മരണം വരെ എനിക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടില്ല. മാപ്പ്. എന്നെ ശപിക്കരുത് എന്റെ പൊന്നമ്മ. അന്നിറങ്ങിപ്പോയത് എന്റെ മോള്. പിന്നെ ഇതുവരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവൾ എന്നെ തിരക്കി വരുമെന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കരുതി. പക്ഷെ അവള് വന്നില്ല. അവള് തിരികെ പോയി കാണാൻ എന്റെ ഈഗോട്ട് അനുവദിച്ചതുമില്ല. ഞാൻ എന്റെ മകളോട് അങ്ങനെ പെരുമാറിയതിന് എന്റെ ഭർത്താവിന്റെ വഴക്കു പറഞ്ഞു. ആ പ്രശ്നത്തിന്റെ പേരില് ഞങ്ങൾ കുറെ മിണ്ടാതിരുന്നു. ഞാൻ കൽക്കട്ടയിലേക്ക് പതിയെ പതിയെ മാറാൻ കാരണം അതായിരുന്നു. മുത്തശ്ശന് അമ്മയോട് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു. പത്മയെ പ്രാണനായിരുന്നു അദ്ദേഹത്തിന്. മകൾ എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്യും. അമ്മമ്മയ്ക്ക് ഇപ്പൊ ഈ അമ്മയോട് ദേഷ്യമുണ്ടോ? ഇല്ല. പക്ഷെ വർഷങ്ങളെടുത്തു എനിക്ക് അവളോടുള്ള ദേഷ്യം മാറാൻ. ഒറ്റയ്ക്കിരുന്ന് മനസ്സുരുകിയും കരഞ്ഞും പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞാൻ അവളോട് ക്ഷമിച്ചേക്കാമെന്ന തീരുമാനമെടുത്തു. പ്രതാപൻ അറിയപ്പെടുന്നൊരു നേതാവും മന്ത്രിയും ആയതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഞാൻ വേണുവിനെയും കൂട്ടി അവരെ കാണാൻ പോകാൻ തീരുമാനിച്ചപ്പോഴാ വേണു പറഞ്ഞ് ഞാൻ അറിയുന്നത് പ്രതാപനും പത്മയും തമ്മിൽ വേർപിരിഞ്ഞെന്ന്. വർമ്മ സാറും പത്മാവതി മേഡം തമ്മില് പിരിയാനുണ്ടായ കാരണം അറിയോ? അറിയില്ല. പക്ഷെ അതിന്റെ പിന്നില് ചില കളികൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും ഈയിടെ ഞാൻ മനസ്സിലാക്കിയത്. അവരോടൊക്കെ ഞാൻ അതിന്റെ കണക്ക് തീർക്കുകയും ചെയ്യും. അതിനി അധികം താമസം വരില്ല. അകലെ